ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. NH 544 ആമ്പല്ലൂരിൻ്റെ വികസന പദ്ധതികൾ നേരിൽ കാണാം. ആമ്പല്ലൂർ സെൻറ്ററിൽ ഏറ്റവും വലിയ ബ്ലോക്കിന് കാരണം എന്ന് പറയുന്നത് അടിപ്പാതയുടെ താഴെയായി കാണുന്ന മീൻ വളർത്താൻ പാകത്തിനുള്ള കുഴികളാണ്. ഇവിടെ കൃത്യമായി ടാറിങ്ങും മറ്റും ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ഒരു വിധത്തിൽ ഒഴിവാക്കാം. എനിക്കിവിടെ ആകർഷണമായി തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈവേ അതോറിറ്റി ക്ഷീരകർഷകർക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഈ പുൽമേടുകളാണ്. ക്ഷീരകർഷകർക്ക് അവർക്ക് ഇഷ്ടാനുസരണം വന്ന് പുല്ലുകൾ അരിഞ്ഞു കൊണ്ടുപോകാനും അവരുടെ ആടുമാടുകളെ കൊണ്ടുവന്ന് തീറ്റ കൊടുക്കുവാനും ഉള്ള ഒരു പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെന്തായാലും പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെയാണ് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്തിട്ടുള്ളത്. ഈ കാര്യം പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആമ്പല്ലൂരിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നും പുതുക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചത് അവിടെ ഒരു വണ്ടി കിടക്കുന്നതായി എനിക്ക് കണ്ടു. അതിൽ വേറെ ആരും തന്നെ പണിക്ക് ഉണ്ടായിരുന്നില്ല. കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ 4 ആളുകൾ കൂടി വടംവലിക്ക് ഉപയോഗിക്കുന്ന പോലെ ഒരു കയർ എന്തോ മറ്റോ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കളിക്കുന്നതായും കണ്ടു. ഇവർ കളിക്കുകയാണോ അതോ ജോലി ചെയ്യുകയാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ടായി. അവിടെ നിന്നും ഞാൻ യാത്ര തുടർന്നു വരുമ്പോൾ ഒരു വണ്ടി അനാഥമായി അവിടെ കിടക്കുന്നത് കണ്ടു. അതിലും യാതൊരു പണിക്കാരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് ഉണ്ടായത്. യാത്ര തുടർന്നതിന് ശേഷവും വേറെ ഒരു രീതിയിലുമുള്ള ആളുകളെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഒരു ക്രെയിനും വേറെ 2 പണിക്കാരെയും എനിക്ക് കാണാൻ സാധിച്ചു. വേറെ അല്ലാതെ യാതൊരു വികസന പ്രവർത്തനവും ഇവിടെ കണ്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്